وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും നേരിടാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ വിപത്തുകൾ, അതുപോലെ തന്നെ മുസീബത്തുകൾ, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് പ്രത്യേകമായി കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അങ്ങനെയുള്ള ക്ഷമാശീലർക്ക് അല്ലാഹു ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, ഇതൊക്കെയും അല്ലാഹുവിൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി അവനിലേക്ക് പരിഹാരം തേടിയാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയം, അതുപോലെ തന്നെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, ഇതിനൊക്കെയും പരിഹാരം മഹത്തുക്കൾ ഒരു ദിക്ർ പഠിപ്പിച്ചു തരുന്നു. ആ ദിക്ർ ആരാണോ രാവിലെയും വൈകുന്നേരവും പതിവാക്കുന്നത്, ഏതൊരു സത്യവിശ്വാസിയാണോ അത് മുറുകെ പിടിക്കുന്നത്, അവർക്ക് 4 പ്രത്യേകമായ സുരക്ഷാ കവചങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ ശരീഫിലെ സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്, فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَهَ إِلَّا هُوَ لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ഒരു പരിശുദ്ധമായ ഖുർആൻ ശരീഫിലെ അവസാനത്തെ ആയത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവർക്ക് 4 പ്രത്യേകമായ സുരക്ഷാ കവചങ്ങൾ അല്ലാഹു നൽകുന്നു. അതിലൊന്നാമത്തത് ഭയമാകുന്നു. ഖൗഫ്. ഭയത്തിൽ നിന്നും അവനക്ക് അല്ലാഹു നിർഭയത്തെ നൽകുന്നു. അവൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഭയപ്പാടുകൾക്ക് ശാശ്വത പരിഹാരം, നിർഭയത്വം ഈ ഒരു ദിക്റിലൂടെ, ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു നൽകുന്നു. രണ്ടാമത്തെ കവചമെന്ന് പറയുന്നത് പ്രയാസം. അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഈ ഒരു ദിക്ർ, ഈ ഒരു ആയത്ത് പരിഹാരമാകുന്നു. മൂന്നാമതായിട്ട് മഹത്തുക്കൾ പറയുന്നു, ശത്രുക്കൾ നിന്നുള്ള ഭയം, ശത്രുക്കൾ നിന്നുള്ള ഉപദ്രവം, ശത്രുക്കൾ നിന്നുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നുമുള്ള ഒരു സുരക്ഷാ കവചമാകുന്നു ഈ പരിശുദ്ധമായ ആയത്ത്. നാലാമതായിട്ട് അസുഖങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംരക്ഷണം നൽകുന്നു. ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ പൈശാചികമായും ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ട്, അസുഖങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ശമനം നൽകുന്നു, സംരക്ഷണം നൽകുന്നു. ഈ ഒരു പരിശുദ്ധമായ ആയത്ത് തീർച്ചയായിട്ടും കാണാതെ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അതിൻ്റെ അർത്ഥം ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, എനിക്ക് അല്ലാഹു മതിയായവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരാരാധ്യനുമില്ല. അലൈഹി തവക്കൽതു,
അവൻ്റെ മേൽ ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഞാൻ അവനിലേക്ക് പരമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അലീം. അവൻ മഹോന്നതമായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാകുന്നു. അങ്ങനെയുള്ള റബ്ബേ, നിന്നിൽ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു. ഇതാകുന്നു ആയത്തിൻ്റെ അർത്ഥം. ഇത് പഠിക്കുകയും രാവിലെയും സുബഹിക്ക് ശേഷം അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷവും ഇത് പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ ദറജയും അവൻ്റെ പ്രത്യേകമായ കാവലും നൽകി അനുഗ്രഹിക്കുമെന്ന് മഹത്തുക്കൾ പറയുന്നു. ഈ പരിശുദ്ധമായ ആയത്ത് കാണാതെ പഠിക്കുവാനും ഇത് പകർത്തുവാനുമുള്ള സൗഭാഗ്യം നാം ഏവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.